മതം വേണ്ട എന്ന് ചിന്തിക്കുന്നൊരു തലമുറ. മതം മനുഷ്യന് നിയന്ത്രണം കൊണ്ടുവരുന്നു, അതുകൊണ്ട് മതം ആവശ്യമില്ല, ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും എന്ന് പറയുന്നൊരു പുതിയ തലമുറ നമുക്കിടയിൽ വളർന്നു വരുന്നു. ആ ചിന്താധാരയെ നമ്മൾ തിരിച്ചറിയണം. സത്യത്തിൽ എന്താണ് മതം പറയുന്നത്? നിയന്ത്രണം വേണമെന്ന് മതം പറയുന്നു, സത്യമാണ്. അത് ആവശ്യമല്ലേ? ഒരൊറ്റ ഉദാഹരണം. നാം റോഡ് മുറിച്ച് കടക്കാൻ നമ്മൾ നോക്കുകയാണ്. അവിടെ വാഹനം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എനിക്കിഷ്ടം പോലെ ഞാൻ റോഡ് മുറിച്ച് കടക്കും, എൻ്റെ കാലുകൊണ്ട് ഞാൻ നടക്കുക എന്ന് തീരുമാനിച്ചാൽ വാഹനം ഇടിച്ച് മരണപ്പെട്ടു പോവില്ലേ? വാഹനം ഓടിക്കുന്നു നമ്മൾ. വാഹനം ഓടിക്കുമ്പോൾ റോഡിൻ്റെ ഇടതുവശം ചേർന്നുകൊണ്ട്, ഗൾഫ് നാടുകളിൽ വലതുവശം ചേർന്നുകൊണ്ട്, ആ ഓരോ നാട്ടിലും ഓരോ നിയമമുണ്ട്. റോഡിന് വാഹനം ഓടിക്കേണ്ടതിന് ഏതു രൂപത്തിൽ വാഹനം ഓടിക്കണം, ആ രൂപത്തിൽ വാഹനം ഓടിക്കണം. റോഡിൻ്റെ നിയമം പാലിക്കണം. സിഗ്നൽ വരുന്നു, ചുവപ്പ് സിഗ്നൽ വന്നു. ഉദാഹരണം, കോഴിക്കോട് ടൗണിൽ നമ്മൾ വാഹനം ഓടിക്കുന്നു, ചുവപ്പ് സിഗ്നൽ കത്തി, നമ്മുടെ വാഹനം നിർത്തണം. ഒരാൾ കരുതുകയാണ്, എൻ്റെ വാഹനം എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഓടിക്കും, സിഗ്നൽ ഞാൻ നിർത്തൂല എന്ന് തീരുമാനിച്ച് വണ്ടി മുന്നോട്ടെടുത്താൽ എന്താ സംഭവിക്കുക? അപകടം. എന്തിനാണ് ഈ നിയന്ത്രണം? ചുവപ്പും പച്ചയും മഞ്ഞയും ലൈറ്റുകൾ മാറി മിന്നി മറയുന്നത് എന്തിന്? അത് മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. റോട്ടിൽ എല്ലാവർക്കും സുഗമമായി വാഹനം ഓടിക്കുന്നതിന് സൗകര്യമൊരുക്കുകയാണ്. ആ നിയന്ത്രണത്തിൽ നമ്മൾ ദുഃഖിതരായതുകൊണ്ട് ഫലമില്ല. നന്മയ്ക്കു വേണ്ടിയാണ് നിയന്ത്രണം എന്ന് തിരിച്ചറിയണം. ഇസ്ലാം പല അതിരുകളും നിശ്ചയിച്ചിട്ടുണ്ട്. ലൈംഗികതയിൽ നിക്കാഹിലൂടെ, അനുവദിക്കപ്പെട്ട നിക്കാഹിലൂടെ സ്വന്തമാക്കിയ ഇണകൾ തമ്മിലെ ലൈംഗികമായ ബന്ധങ്ങൾ പാടുള്ളൂ ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അതെത്ര മനോഹരമാണ്! അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷമല്ലയോ സത്യത്തിൽ സംഭവിക്കുന്നത്? അനുവദിക്കപ്പെട്ട ലൈംഗികത, അതാണ് മനുഷ്യൻ്റെ നന്മകൾ. തെറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. തെറ്റു ചെയ്താൽ മനസ്സിൽ ഒരു കറുത്ത പുള്ളി വന്ന് വീഴും. വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ അവൻ്റെ ഹൃദയം കറുത്തു പോകുമെന്നാണ്. ഒരു കറുത്ത പുള്ളി വന്ന് വീഴും. ശുദ്ധമായ വെള്ളയാണ് നമ്മുടെ യഥാർത്ഥ ഖൽബ്, ഹൃദയം. ഓരോ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കറുത്ത പുള്ളികൾ അതിൽ വന്നു വീഴും. അതവസാനം കറുത്തു പോകും. നമ്മൾ നന്മകൾ ചെയ്യാൻ നമ്മൾ മത്സരിക്കുക. നമ്മുടെ ഹൃദയത്തെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മൾ ശുദ്ധീകരിക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.